നമസ്കാരം. നാട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ യാത്ര തുടങ്ങുന്ന സമയത്ത് ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ യാത്ര പോയി തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ തറവാട് വീടൊക്കെ പൊളിക്കുന്നു. പക്ഷേ ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് അതിൻ്റെ പണികളൊക്കെ തുടങ്ങിയത്. എടുത്തു പറയേണ്ട കാര്യം ഞങ്ങളുടെ എന്താ പറയുക, ഒരുപാട് കുട്ടിക്കാലം നിറഞ്ഞിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഓർമ്മകൾ ഇന്ന് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. പഴയൊരു വീടാണ്, ഒരുപാട് കാലപ്പഴക്കം ബന്ധെന്ന് പറയാം. ഓടിട്ട വീട് കൂടിയാണ് അത്. ഈ വീട് പൊളിക്കുന്നത് JCB ഉപയോഗിച്ചാണ്. അതിൻ്റെയൊക്കെ ഒരു കാഴ്ച നിങ്ങൾ ആദ്യം ഒന്ന് പോയി കണ്ടിട്ട് വാ. ചെറുപ്പത്തിൽ ഞങ്ങൾ കടന്നുറങ്ങിയ ആ ഒരു മുറി ഇതായിരുന്നു. ഏകദേശം ഒരു 5 വയസ്സ് മുതൽ ഏകദേശം ഒരു 12 ആ ഒരു വയസ്സ് വരെ ഞാൻ കടന്നുറങ്ങിയ ഒരു മുറി ഇതാണെന്ന് പറയാം. ശരിക്കും ഇവിടെ ഈ സമയത്ത് വരുമ്പം വിഷമമുണ്ട്. അതെങ്ങനെ പറയണമെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. നിലവിലിപ്പോൾ ഇവിടെ ഈ ഒരു ഓട് മാറ്റിയതേ ഉള്ളൂ. ഇന്നത്തെ പരിപാടി ഈ വീടും അതുപോലെ തന്നെ ഈ സ്ഥലമൊക്കെ ഇടിച്ച് നിരപ്പാക്കുന്ന ഒരു ദിവസമാണ്. രാവിലെ തന്നെ JCB ഒക്കെ വന്ന് അപ്പോൾ ഇങ്ങോട്ടുള്ള ഒരു വഴി ആദ്യം തന്നെ റെഡിയാക്കുകയാണ്. അതിനുശേഷം ഇവിടെ വന്ന് ഇതൊക്കെ ഇടിക്കും. ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ നിരപ്പാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു വീടിൻ്റെ ലെവലിൽ തന്നെ ആവുന്നുണ്ട്. അങ്ങനെ അവസാനം ഇതാ വീട് പൊളിക്കുന്ന ആ ഒരു പരിപാടിയിലേക്ക് എത്തി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും മണ്ണിൻ്റെ കട്ടയില്ലേ, അതാണ്. ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ അത് പൊട്ടിപ്പോവും. ഒരു പഴയ കാലത്തെ നിർമ്മിതിയാണല്ലോ. ചെത്തുകല്ലല്ല ഇത്, ആ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം അടുക്കളയുടെ ഒരു ഭാഗമാണ് ഇടിച്ചിട്ടത്. പണ്ട് ഞങ്ങളൊക്കെ കടന്ന ഒരു റൂമൊക്കെ ഉണ്ടായിരുന്നത് ഈ ഭാഗത്തായിരുന്നു. നമ്മുടെ പഴയ വീടൊക്കെ പൊളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീടിനോടൊക്കെ സ്നേഹമുള്ളവർക്കാണ് പെട്ടെന്ന് വിഷമം വരിക. ഇതൊക്കെ പൊളിച്ച് നീക്കാൻ ഒരു സെക്കൻഡ് മതി. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചെടുക്കാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ചാച്ചനൊക്കെ. ഞങ്ങളുടെ അച്ചാച്ചൻ ആ ഒരു കാലത്ത് 2-3 പണിക്കാരെ കൂട്ടി കെട്ടി ഉണ്ടാക്കിയ ഒരു വീടായിരുന്നു ഇത്. ഈ ഭാഗത്തെ ഒട്ടുമിക്ക വീടുകളും ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചു കൊടുത്തത് ഞങ്ങളുടെ അച്ചാച്ചൻ തന്നെയാണ്. കിണറായാലും എല്ലാം. ഈ തറ കെട്ടിയത് കരിങ്കല്ല് കൊണ്ടാണ്. അത് പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയും സ്ട്രോങ് ആണ് ഈ വീടിന്റെ തറ. ഇനിയൊരു ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അവസാനം ആ ഒരു റൂമിൻ്റെ ഭാഗം കൂടി ഇതാ പൊളിക്കുകയാണ്. ഇതോടുകൂടി പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു വീടിൻ്റെ ഒരു അവശിഷ്ടം പോലും ബാക്കി ഉണ്ടാവില്ല. ഇനി ഈ ഒരു ഭാഗം കൂടെ ഉള്ളൂ. കഴിഞ്ഞാൽ പിന്നെ വീട് പൊളിക്കുന്ന ആ ഒരു പരിപാടി കഴിഞ്ഞു.
അങ്ങനെ വീട് പൊളിച്ചു കഴിഞ്ഞു. നേരത്തെ വീടുണ്ടായിരുന്ന ഭാഗത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ. നല്ലൊരു ഹൈറ്റിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് താഴ്ന്നു തന്നെ പറയാം. കാരണം ഇനിയും കുറച്ചുകൂടെ മണ്ണെടുക്കാനുണ്ട്. വലിയൊരു കല്ല് നീക്കുന്ന ഒരു പരിപാടിയിലാണിപ്പോൾ. ഇനിയിപ്പോൾ ഇവിടെ 2 ദിവസം കൂടിയുള്ള ഒരു പരിപാടി കൂടി ഉണ്ട്. നിലവിൽ ഇതുവരെയുള്ള പണി കഴിഞ്ഞ സമയത്ത് നമ്മളെ വീടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇരിക്കുന്ന സ്ഥലം കണ്ട ഒരുപാട് മാറിയില്ലേ. ഇനിയുണ്ട് കേട്ടോ, പണി തീർന്നിട്ടൊന്നുമില്ല. ഈ ഒരു ഭാഗമൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ കല്ലൊക്കെ ഉണ്ട് ഇവിടുന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ തന്നെയാണ് JCB ഒക്കെ വെക്കുന്നത്. JCB എല്ലാ ദിവസവും വെക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇന്നിപ്പം ഒരു ലോറിയും കൂടെ ഉണ്ട്. അപ്പം നിലവിലെ ഇവിടുത്തെ ഒരു മാറ്റം ഇങ്ങനെയാണ്. ഞങ്ങൾ നേരത്തെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നേരെ നമ്മുടെ വീട്ടിലേക്കൊക്കെ ചവിട്ടി കയറാറുണ്ടായിരുന്നു. കാരണം ഇവിടെ ഒരു പോകാൻ വേണ്ടി ഒരു വഴിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല രീതി മാറിയല്ലോ. കുറേ പേര് കാണും. നമ്മുടെ വീട് പണി ഞമ്മന്റെ വീട് പണി എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം ഇപ്പൊ സൈക്കോലം കാണും. ഇപ്പത്തെ ഒരു സാധനം പണി ഞമ്മന്റെ വീട് പണി അങ്ങനെ കാസർഗോഡ് ഭാഷ ഇട്ടു കൊടുക്കും. കാസർഗോഡ് ഭാഷയും നമ്മള് സാധാരണ ഭാഷ ഉപയോഗിക്കാറുണ്ട്. ഞമ്മന്റെ വീട് പണി ഒന്നൊന്നര ഇളക്കാനാട്ടോ ഇതില്. ഇനി അങ്ങോട്ട് വിളി, അങ്ങോട്ട് പുറത്ത് വിളി. JCBന്റെ അകത്തെ കാഴ്ചയാണ്. ഇവിടെയാണ് സ്റ്റിയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. ഒന്നുമില്ല, ഞാൻ JCBന്റെ അകത്തെ കാഴ്ച ഒന്ന് കാണിച്ചു കൊടുത്ത.
ഞാൻ ഇതിന്റെ അകത്ത് ആദ്യമായിട്ടാ കയറുന്നത്. ഇതിന്റെ അകത്ത് ആദ്യമായിട്ടാ കയറുന്നത്. ഒന്നൊന്നര ചൂടാണ് ഇതിനകത്ത്. കാസർഗോഡ് ഭാഷ സംസാരിച്ചാല് മനസ്സിലാവൂല. അല്ലല്ല, നമ്മള് കോമൺ ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നത്. അല്ല, മനസ്സിലാവൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇല്ല, മനസ്സിലാവൂല. അവിടെ ഇവിടെയും തട്ടാതെ ഇത് ഒടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പണിയുടെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ആദ്യം തന്നെ രാവിലെ JCB തന്നെ കയറി. ഫ്രണ്ടില് തുള്ളിശ്ശേരി ആ നമുക്ക് പണിയിട്ടുണ്ട്. ശരിക്കും ഇതിന് ഈ മുൻഭാഗം കൊണ്ട് എടുക്കുമ്പോൾ കുറച്ച് കൂടുതലല്ലേ ഡീസൽ പോവുക അല്ലേ? പവർ കൂടുതലല്ലേ അല്ലേ? പക്ഷെ പെട്ടെന്ന് പറ്റുന്ന ഇതാണല്ലേ? നല്ല മണ്ണാണ് ഈ സമ്മതം. നല്ല പൊടിഞ്ഞ മണ്ണല്ലേ ഇത്? നല്ല മണ്ണ്. ഇതുകൊണ്ട് മണ്ണെല്ലാം അവിടെ നടക്കും. 2 ടിപ്പർ വെക്കുമ്പോ. പക്ഷെ ഈ കല്ലിൽ ഇതിന് നടക്കൂല. ഈ കല്ലില് മാന്തി വെക്കണ്ടേ? അത് ശരിയാ. അപ്പൊ നമുക്ക് പണി പോകില്ല. ഇതുകൂടെ മണ്ണാണെങ്കിൽ 2 ടിപ്പറിലായിരിക്കും 10 ടിപ്പർ വെച്ചാലും കുഴപ്പമില്ല. നമ്മുടെ വീടും പഴയ വീട് ഉണ്ടായിരുന്ന ഒരു ഭാഗത്തിന്റെ കാഴ്ച ഇപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പൊ 7 മണിയായി. ഇന്നും കൂടെ ശരിക്കും JCBന്റെ വർക്ക് ഇവിടെ ഉള്ളൂ. ഒരു ഫൈനൽ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് JCB തിരിച്ചു പോവുകയാണ്. ക്യാനുണ്ട്, ഇതാ പറകിലുണ്ട്. ഓക്കെ. ഇങ്ങനെയായിരുന്നു പണികളൊക്കെ ഉണ്ടായിരുന്നത്. മണ്ണൊക്കെ ഞങ്ങളുടെ പറമ്പിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടത്. കാരണം ഒരുപാട് കവുങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ലത് തന്നെയാണല്ലോ. പിന്നെ 2 തലപോയൊരു തെങ്ങൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതും അങ്ങനെ പോയി എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കാര്യം അതുപോലെ തന്നെ മനുവിൻ്റെ കാര്യമായാലും പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മെമ്മറീസ് സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്തത്. കാരണം നമുക്ക് പിന്നെ ഏത് സമയത്ത് പോലും നമ്മുടെ പഴയ വീട് കാണാമല്ലോ. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു സ്ഥലം മൊത്തം മാറിയില്ലേ? കാരണം ഒറ്റ
ഒറ്റയടിക്കാണ് മൊത്തത്തിലൊരു ചേഞ്ച് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കാൻ ഒരുപാട് ടൈം എടുക്കും, പക്ഷെ അത് ഇല്ലാണ്ടാക്കാൻ നിമിഷ നേരം മതി. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, JCB ആയാലും അതുപോലെ തന്നെ ലോറിന്റെ കാര്യമായാലും വരുമ്പം എല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്, എല്ലാ ഏട്ടന്മാരും നല്ല കമ്പനിയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് JCB അകത്തൊക്കെ കയറി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത്, വല്ലാത്തൊരു അനുഭവം തന്നെ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. അതെ. അപ്പം എന്താ പറയാ, 2-3 ദിവസത്തിൽ ഞങ്ങളെ വീട്ടിൽ അവിടെ വന്നിട്ട് പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ നല്ല രീതിയിലെ കമ്പനി ഉണ്ടായത്. അവരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടാവും. പിന്നെ ഇപ്പൊ ഈ വണ്ടി എടുത്ത് ഇറങ്ങി തന്നെ കുറെ നാളെ ഒന്ന് എന്താ പറയാ നമ്മളെ നാട്ടിലൂടെയൊക്കെ പോയിട്ട്. അതെ, ആദ്യം നമ്മുടെ ഇനിയിപ്പോ നേരെ പോകുന്നത് കയ്യൂരേക്കാണ്. അങ്ങനെ കയ്യൂർ എന്നൊരു സ്ഥലത്തെത്തിയേ. ഇവിടെ മുഴുവനും നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇവിടെയൊക്കെ നെൽപ്പാടാണ്. പിന്നെ ഇതാ ആ വരുന്ന ഭാഗത്ത് തന്നെ പോലീസിന്റെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ വണ്ടീൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിൽ പ്രശ്നമേ ഇല്ല. ഇവിടെയാണ് കയ്യൂർ ശ്രീ ആലയിൽ ഭഗവതി ക്ഷേത്രം. എന്ത് നല്ല വ്യൂ ആണ്, മുഴുവനും പച്ചപ്പാണ്. പിന്നെ അങ്ങ് അവിടെ തന്നെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഒരു വഴിയാണ് വന്നത്. ഞങ്ങൾ ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് 1 കിലോമീറ്റർ വരെ പോകുന്നുണ്ടെങ്കിൽ പോലും 2 പേരും ഹെൽമെറ്റൊക്കെ ഇടും. പിന്നെ വണ്ടീൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എപ്പോഴും പക്ക തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ചീമേനി ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. ശരിക്കും ഇതിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നെ അടിപൊളിയാണ്. മെയിനായിട്ട് ഇവിടുത്തെ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു ഭംഗിയൊക്കെ കണ്ട് ഇത്രയും നല്ല അടിപൊളി വഴി യാത്ര ചെയ്യാലോ. ഇപ്പം ഇവിടുന്ന് വലിയൊരു കയറ്റമാണ്. ഇന്ന് വലിയ വെയിലൊന്നുമില്ല, അതുകൊണ്ട് യാത്ര ചെയ്യാൻ സുഖമാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ് ചീമേനി. ഞങ്ങളിപ്പോൾ ചീമേനി ടൗണിലേക്ക് എത്തിയേ. ഇത് കാസർഗോഡ് ജില്ലയാണ്. ഇവിടെ ഇപ്പോൾ 2 ബസ് ഉണ്ട്. ഇത് ചെറുവത്തൂർ വഴി കാഞ്ഞങ്ങാടേക്ക് പോകുന്ന KSRTC ആണ്. മറ്റൊന്നൊരു പ്രൈവറ്റ് കൂടി ഉണ്ട്. ഞങ്ങളിനിപ്പോൾ ഇവിടുന്ന് നേരെ പയ്യന്നൂരിലേക്കാണ് പോകുന്നത്. പയ്യന്നൂരെത്തി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്റ്റേഷനാണ്. ഇവിടെയൊക്കെ പുതിയ 2 വീലർ പാർക്കിംഗ് ആണ്. ഒരുപാട് സ്പേസ് ഉണ്ട്. ഈ ഭാഗത്താണ് 4 വീലറും അതുപോലെ തന്നെ 3 വീലറൊക്കെ ഉള്ള ഒരു പാർക്കിംഗ് സ്പേസ്. സ്റ്റേഷൻ്റെ മുന്നിലത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പും വരുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇതാ അവിടെയാണ്. കുറച്ച് മാസങ്ങളെടുക്കും ഒരു കിട്ടിലൻ റെയിൽവേ സ്റ്റേഷനായിട്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഞങ്ങൾ എന്തായാലും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കട്ടെ. ഒരാൾക്ക് 10 രൂപയാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റിന്. അതൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നു. ഇവിടെയാണ് പയ്യന്നൂർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡൊക്കെ ഉള്ളത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ അടിമുടി മാറി എന്ന് പറഞ്ഞില്ലേ. വെയിറ്റിംഗ് റൂമും അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ആകെ മാറി. ഇപ്പോൾ ഇതുവഴി ഒരു ട്രെയിൻ കടന്നു വരും, ദാദർ തിരുനെൽവേലി എക്സ്പ്രസ്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഈ ട്രെയിനിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് കേരളത്തിൽ നിന്ന്, ഈ വടക്കൻ കേരളത്തിൽ നിന്ന് മധുരൈ ഭാഗത്തേക്കുള്ള ഒരു ട്രെയിനാണിത്. ഇതിനടുത്ത സ്റ്റോപ്പ് കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നാളെ വെളുപ്പിന് വണ്ടി മധുരയിലെത്തും. ഇന്നലെ നൈറ്റാണ് മുംബൈയിലെ ദാദറിൽ നിന്ന് പുറപ്പെട്ടത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷന് വലിയൊരു വികസനമാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായത്. ഒരു 3 വർഷം മുന്നേ സ്ഥിരമായിട്ട് ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ദൂരെ യാത്രക്കൊക്കെ പോകാറുള്ളത്. അതിലൊരു ദിവസം വലിയൊരു യാത്ര പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ വണ്ടീൻ്റെ 2 മിറർ, സീറ്റ്, ടയർ എല്ലാം കുത്തി പൊട്ടിച്ച ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. ഹെൽമെറ്റ് വരെ ഒരുത്തൻ അടിച്ചുകൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്ന, ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്ന ഏതൊരുത്തനാണ്. ആ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ലൊരു പാർക്കിംഗ് അല്ല, വേറൊരു പാർക്കിംഗാണ് ഉണ്ടായത്. അവിടെ ക്യാമറ ഇല്ല. അതാണ് അവന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ക്യാമറയിലായിട്ട് അവൻ്റെ ഫേസോ അല്ലെങ്കിൽ അവൻ വന്ന ആ ഒരു വണ്ടിയോ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ അത്രയും പൊന്നു പോലെ കൊണ്ട് നടക്കുന്ന ഒരു വണ്ടി വേറൊരുത്തൻ കുത്തിപ്പൊട്ടിച്ചാലുണ്ടാവുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രമല്ല, അന്ന് ഈ ടയറൊക്കെ കുത്തിപ്പൊട്ടിച്ച സമയത്ത് ഞങ്ങൾ അത് ഉന്തിക്കൊണ്ടാണ് ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പോയത്. ഞങ്ങൾ ഒരിക്കലും അത് മറക്കൂല. ആ ഒരു എന്താ പറയുക ഇൻസിഡന്റ് ചെയ്ത എന്തായാലും ഈ ഒരു വീഡിയോ ഒക്കെ കാണുമല്ലോ, എന്തെങ്കിലും ആവട്ടെ ആ കാര്യം. ഞങ്ങൾ അതൊക്കെ മറന്നു. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ നാഗർകോവിൽ പോയിട്ട് അവിടുന്ന് ഷാലിമാർ നമ്മുടെ ഗുരുദേവില്ലേ അതിന് കയറിയിട്ട് നേരെ കൊൽക്കത്ത ഭാഗത്തോട്ടും ഒരു 2 മാസം മുന്നേ ടിക്കറ്റ് എടുത്ത് വെച്ചതാണ്. അതിലത്തൊന്നും അനുഭവം എടുത്ത് പറഞ്ഞില്ല, ഒരു 1.5 അനുഭവമായിരിക്കും. പിന്നെ ഞങ്ങൾ നേരെ സിക്കിമിൽ പോകുന്നുണ്ട്. പറ്റിയാലൊന്ന് ഡാർജിലിംഗും കൂടെ പോകുന്നുണ്ട്. ശേഷമാണ് ഞങ്ങൾ
ആസാമിലേക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കൊക്കെ പോകുന്നത്. ഇപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.